ഷാജിയെ അറിയില്ലേ? ജീവിതം വളരെ വലിയ പ്രയാസമാണ് ഈ സഹോദരിക്ക് നൽകിയത്. എന്നിട്ടും പതറാതെ തൻ്റെ മക്കളുമായി നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് സാജിദ. അപ്പോഴാണ് ഇവരെയും മോശപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ വരുന്നത്. എന്തിനാണ് യൂട്യൂബിൽ വന്ന് ഇങ്ങനെ മുഖം കാണിക്കുന്നത്? ഈ കാശെല്ലാം ഹറാമല്ലേ എന്നൊക്കെ പറഞ്ഞാണ് സാജിദാക്ക് നേരെ ഇവർ തിരിയുന്നത്. തന്നെയും മക്കളെയും തനിച്ചാക്കി മരണപ്പെട്ടു പോയ തൻ്റെ ഭർത്താവിനെ കുറിച്ച് സാജിദ നമ്മളോട് പറഞ്ഞതെല്ലാം നിറകണ്ണുകളോടെയാണ് നമ്മളെല്ലാം കേട്ടുനിന്നത്. അതിനുശേഷം സാജിദയെ നമ്മളെല്ലാവരും കൂടി ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് ഇത്തരത്തിൽ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ പലരും പല രീതിയിലുള്ള കമൻറ്റുകൾ നൽകി ഈ സഹോദരിയെ വേദനിപ്പിക്കുന്നത്. സാജിദ നല്ല കുട്ടിയാണെന്ന് സാജിദയുടെ മുഖത്ത് തന്നെ പ്രകടമായി കാണാനുണ്ട്. അതുകൂടാതെ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത ഒരു പെണ്ണ് ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ആളുകൾ ചിത്രീകരിക്കുന്നത്? വളരെ മോശമായാണത്. പക്ഷേ സാജിദ തനിക്കുള്ള 5 മക്കളുമായുള്ള ജീവിതത്തിൽ വളരെ വലിയ പ്രയാസങ്ങൾ നേരിട്ടു. ചിലപ്പോൾ ഭക്ഷണം പോലും ലഭിക്കാത്ത ദിവസങ്ങളും ഇവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അപ്പോഴൊന്നും സാജിദ തൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച് ജീവിച്ചു. തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കി ജീവിച്ചു വരികയായിരുന്ന സാജിദാക്ക് ഭർത്താവ് ഉള്ള കാലത്ത് തന്നെ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. പിന്നീട് കുറച്ചൊക്കെ അതിൽ നിന്ന് വിട്ടുനിന്നു. ഭർത്താവിൻ്റെ മരണശേഷം അവർ വീണ്ടും യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ ആരംഭിച്ചു. അതിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടിയെങ്കിൽ, അത് അവർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ സുഹൃത്തെ? ഇവർ ജീവിക്കാൻ വേണ്ടി വല്ല മോശമായ അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുകയായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പോഴും പലതും പറഞ്ഞ് ഇതുപോലെ രംഗത്ത് വരും. ചില ആളുകളുടെ വായ അടക്കാനേ പറ്റില്ല. അതൊക്കെയും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. 40 ദിവസം ഭക്ഷണം ലഭിക്കാതിരുന്നവന് പന്നിമാംസം ഹലാലാണെന്ന് നിങ്ങൾക്കറിയാമോ? യൂട്യൂബിലെ ഈ ചെറിയ വരുമാനം സാജിദയുടെയും കുട്ടികളുടെയും ജീവിതത്തിന് ആശ്വാസം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്തിനാണ് തടസ്സപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത്? ഈ സഹോദരിയെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരോടല്ല ഈ പറയുന്നത്. ചില ആളുകൾ സാജിദയുടെ വീഡിയോ എത്താൻ കാത്തിരിക്കുകയാണ്, ചാടിക്കയറി മോശമായ തരത്തിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ. ഇവർക്ക് ഇതിൽ നിന്നെല്ലാം എന്ത് ആനന്ദമാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പൊന്നു സഹോദരന്മാരെ, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹായത്തിനും ഈ കുടുംബം അർഹതപ്പെട്ടവരാണ്. അത് അവരുടെ കഥ നിങ്ങൾ മുഴുവനായി കേട്ട് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ പറ്റും. ആ സഹോദരിയെ മോശമാക്കല്ലേ. അവർ അവരുടെ മക്കളുമായി സുഖമായി ജീവിക്കട്ടെ. അതിന് നമുക്കെന്ത് ചെയ്ത് നൽകാൻ പറ്റും അതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ വേദനിപ്പിക്കാൻ ശ്രമിക്കല്ലേ സുഹൃത്തെ. മഹാവിഷമം സഹിക്കുന്നവരുടെ കൂടെ ഏകനായ രക്ഷിതാവിൻ്റെ തുണയുണ്ടെന്ന് ഓർക്കാതിരിക്കല്ലേ. ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കല്ലേ.